എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഗലാത്യ 5-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗലാത്യ അധ്യായം 5. ഗലാത്യ 5-ാം അധ്യായത്തിൽ 26 വാക്യങ്ങളാണുള്ളത്. ഗലാത്യ 5-ാം അധ്യായത്തിൽ 2 ശീർഷകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ശീർഷകമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം 1 മുതൽ 15 വരെ. 1 മുതൽ 15 വരെയാണ് ഒന്നാമത്തെ ശീർഷകം വരുന്നത്. രണ്ടാമത്തെ ശീർഷകമായിട്ട് വരുന്നത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. അത് 16 മുതൽ 26 വരെയാണ് രണ്ടാമത്തെ ശീർഷകത്തിൽ ഉൾപ്പെടുന്നത്. ആകെ 26 വചനങ്ങളാണ് ഗലാത്യ 5-ാം അധ്യായത്തിലുള്ളത്. ഇനി നമുക്ക് മുഴുവൻ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഗലാത്യ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 27, 26, 28, 24. ഉത്തരം 26. രണ്ടാമത്തെ ചോദ്യമാണ് ഗലാത്യ 5-ാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത്? 1 മുതൽ 15 വരെയാണ് ഒന്നാമത്തെ ശീർഷകം. മനുഷ്യ സ്വാതന്ത്ര്യം, ഭൗതിക സ്വാതന്ത്ര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം. ഉത്തരം ക്രിസ്തീയ സ്വാതന്ത്ര്യം. മൂന്നാമത്തെ ചോദ്യമാണ് എന്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്? സ്നേഹത്തിലേക്ക്, ആത്മാവിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, പ്രകാശത്തിലേക്ക്. ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. നാലാമത്തെ ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ എന്തു ചെയ്തു? 5:1 വീണ്ടെടുത്തു, ഏറ്റെടുത്തു, മോചിപ്പിച്ചു, സ്വന്തമാക്കി. ഉത്തരം മോചിപ്പിച്ചു. അഞ്ചാമത്തെ ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് കൊണ്ട് നമ്മൾ എങ്ങനെ നിൽക്കണം? സ്വാതന്ത്ര്യത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, സ്ഥിരതയോടെ. ഉത്തരം സ്ഥിരതയോടെ. ഏഴാമത്തെ ചോദ്യമാണ് എന്തിൻ്റെ നുകത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത് എന്നാണ് പറയുന്നത്? വിവേചനത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, പരിച്ഛേദനത്തിൻ്റെ, അവിവേകത്തിൻ്റെ. ഉത്തരം അടിമത്തത്തിൻ്റെ. എട്ടാമത്തെ ചോദ്യമാണ് അടിമത്തത്തിൻ്റെ നുകത്തിന് നിങ്ങൾ എന്താകരുത് എന്നാണ് വിശുദ്ധ പൗലോസ് 5:1 പറയുന്നത്? അടിമപ്പെടരുത്, പ്രവർത്തിക്കരുത്, വിധേയരാകരുത്, എതിരാളിയാകരുത്. ഉത്തരം വിധേയരാകരുത്. 9ാമത്തെ ചോദ്യമാണ് 5:2 ആരായ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ഗലാത്യക്കാരോട് പറയുന്നത്? തിമോത്തിയോസായ, പൗലോസായ, കേപ്പയായ, തീത്തോസായ. ഉത്തരം പൗലോസായ. 10ാമത്തെ ചോദ്യമാണ് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്നാണ് 5:2 പറയുന്നത്? വാഗ്ദാനം, പരിച്ഛേദനം, വിശ്വാസം, സ്നേഹം. ഉത്തരം പരിച്ഛേദനം. 11ാമത്തെ ചോദ്യമാണ് നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും എന്താവുകയില്ല എന്നാണ് 5:2 പറയുന്നത്? വിശ്വസിക്കുകയില്ല, സ്നേഹിക്കപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ല, വാഗ്ദാനം ചെയ്യപ്പെടുന്നില്ല. ഉത്തരം പ്രയോജനപ്പെടുകയില്ല. 12ാമത്തെ ചോദ്യമാണ് എന്ത് സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോട് ഞാൻ പറയുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? വാഗ്ദാനം,
വിശ്വാസം, നീതീകരണം, പരിച്ഛേദനം. ഉത്തരം പരിച്ഛേദനം. 13ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോട് ഞാൻ വീണ്ടും എങ്ങനെ പറയുന്നു എന്നാണ് 5:3 പറയുന്നത്? ആശ്വസിച്ച്, സ്നേഹിച്ച്, ഉറപ്പിച്ച്, കരുണ കാണിച്ച്. ഉത്തരം ഉറപ്പിച്ച്. 14ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്ത് പാലിക്കാൻ കടപ്പെട്ടവനാണ് എന്നാണ് വിശുദ്ധ പൗലോസ് 5:3 പറയുന്നത്? നിയമം, വിശ്വാസം, കൽപ്പനകൾ, പ്രമാണങ്ങൾ. ഉത്തരം നിയമം. 15ാമത്തെ ചോദ്യമാണ്, നിയമത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നതായി കരുതുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് 5:4 പറയുന്നത്? പൂർണ്ണമാക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു, പൂർത്തീകരിക്കപ്പെടുന്നു. ഉത്തരം നീതീകരിക്കപ്പെടുന്നു. 16ാമത്തെ ചോദ്യമാണ്, നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് 5:4 പറയുന്നത്? പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു, വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 17ാമത്തെ ചോദ്യമാണ്, നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾ എന്തിൽ നിന്ന് വീണു പോവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? വിശ്വാസത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, കൃപാവരത്തിൽ നിന്ന്, വാഗ്ദാനത്തിൽ നിന്ന്. ഉത്തരം കൃപാവരത്തിൽ നിന്ന്. 18ാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിലൂടെ എന്ത് വഴി നീതി ലഭിക്കും എന്ന പ്രത്യാശയോടെ കാത്തിരിക്കുമെന്നാണ് 5:5 പറയുന്നത്? സ്നേഹം വഴി, വിശ്വാസം വഴി, നിയമം വഴി, പ്രത്യാശ വഴി. ഉത്തരം വിശ്വാസം വഴി. 19ാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കും എന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്? കരുണ, വാഗ്ദാനം, നിയമം, നീതി. ഉത്തരം നീതി. 20ാമത്തെ ചോദ്യമാണ്, യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല എന്നാണ് 5:6 പറയുന്നത്? കാത്തിരിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക്, പ്രത്യാശിക്കുന്നവർക്ക്. ഉത്തരം വിശ്വസിക്കുന്നവർക്ക്. 21ാമത്തെ ചോദ്യമാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ് കാര്യമല്ല എന്ന് 5:6 പറയുന്നത്? പ്രമാണങ്ങളോ കൽപ്പനയോ, വാഗ്ദാനമോ പ്രമാണമോ, പരിച്ഛേദനമോ അപരിച്ഛേദനമോ, പരിച്ഛേദനമോ കൽപ്പനയോ. ഉത്തരം പരിച്ഛേദനമോ അപരിച്ഛേദനമോ. 22ാമത്തെ ചോദ്യമാണ്, എന്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന് 5:6 പറയുന്നത്? വിശ്വാസത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ, പ്രത്യാശയിലൂടെ. ഉത്തരം സ്നേഹത്തിലൂടെ. 23ാമത്തെ ചോദ്യമാണ്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ എന്താണ് സുപ്രധാനമെന്ന് 5:6 പറയുന്നത്? വിശ്വാസമാണ്, പ്രത്യാശയാണ്, കൽപ്പനയാണ്, വാഗ്ദാനമാണ്. ഉത്തരം വിശ്വാസമാണ്. 24ാമത്തെ ചോദ്യമാണ്, നിങ്ങൾ നന്നായി എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് 5:7 പറയുന്നത്? പണിതുയർത്തപ്പെട്ടിരിക്കുന്നു, പ്രശംസിക്കപ്പെട്ടിരിക്കുന്നു, ആദരിക്കപ്പെട്ടിരിക്കുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഉത്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 25ാമത്തെ ചോദ്യമാണ്, എന്ത് അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് 5:7 വിശുദ്ധ പൗലോസ് പറയുന്നത്? പ്രകാശത്തെ, സത്യത്തെ,
കൽപ്പനയെ, നിയമത്തെ? ഉത്തരം സത്യത്തെ. 26 ചോദ്യമാണ്. ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. 5:6 പറയുന്ന പ്രേരണ എന്താണ്? സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്, സത്യത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്, സത്യത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്, സത്യത്തിൽ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്? ഉത്തരം സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. 27 ചോദ്യമാണ്. അല്പം എന്താണ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത്? തൈര്, മാവ് പൊടി, പുളിപ്പ്, ധാന്യങ്ങൾ? ഉത്തരം പുളിപ്പ്. 28 ചോദ്യമാണ്. പൗലോസിൻ്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുകയില്ലെന്ന് വിശ്വാസമുണ്ട് എന്നാണ് 5:10 പറയുന്നത്. പ്രവർത്തിക്കുകയില്ലെന്ന്, ചെയ്യുകയില്ലെന്ന്, ചിന്തിക്കുകയില്ലെന്ന്, ഓർക്കുകയില്ലെന്ന്? ഉത്തരം ചിന്തിക്കുകയില്ലെന്ന്. 29 ചോദ്യമാണ്. കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നതിൽ ഏതാണ്? പൗലോസിൻ്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയില്ലെന്ന്, വ്യത്യസ്തമായ യാതൊന്നും പ്രവർത്തിക്കുകയില്ലെന്ന്, വ്യത്യസ്തമായ യാതൊന്നും ഓർക്കുകയില്ലെന്ന്, അടിമപ്പെടുത്തുകയില്ലെന്ന്? ഉത്തരം പൗലോസിൻ്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ യാതൊന്നും ചിന്തിക്കുകയില്ലെന്ന്. 30 ചോദ്യമാണ്. നിങ്ങളിൽ എന്തുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും എന്നാണ് 5:10 പറയുന്നത്. ശത്രുത ഉളവാക്കുന്നവൻ, തിന്മ പ്രവർത്തിക്കുന്നവൻ, അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ, വിവേചനം കാണിക്കുന്നവൻ? ഉത്തരം അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ. 31 ചോദ്യമാണ്. നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവൻ എന്ത് ലഭിക്കുമെന്നാണ് 5:10 പറയുന്നത്? പാപം, ക്ഷോഭം, ശിക്ഷ, ക്രോധം? ഉത്തരം ശിക്ഷ. 32 ചോദ്യമാണ്. 5:11 പൗലോസ് എന്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നു എന്നാണ് പറയുന്നത്? അപരിച്ഛേദനത്തിന്, നിയമത്തിന്, പരിച്ഛേദനത്തിന്, സമാധാനത്തിന്? ഉത്തരം പരിച്ഛേദനത്തിന്. 33 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് വിശുദ്ധ പൗലോസ് ഇപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്? തകർക്കപ്പെടുന്നു, തടവുകാരനാക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു? ഉത്തരം പീഡിപ്പിക്കപ്പെടുന്നു. 34 ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള എന്ത് ഉണ്ടാകുമായിരുന്നില്ലേ എന്നാണ് 5:11 ചോദിച്ചത്? ഭോഷത്വം, ഇടർച്ച, തിന്മ, ഹൃദയവ്യഥ? ഉത്തരം ഇടർച്ച. 35 ചോദ്യമാണ്. ഗലാത്യക്കാരെ എന്ത് ആക്കുന്നവർ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്നാണ് വിശുദ്ധ പൗലോസ് 5:12 ആശിക്കുന്നത്? തിന്മ നിരൂപിക്കുന്നവർ, നിരൂപണം ചെയ്യുന്നവർ, അസ്വസ്ഥരാക്കുന്നവർ? ഉത്തരം അസ്വസ്ഥരാക്കുന്നവർ. 36 ചോദ്യമാണ്. അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് 5:13 പറയുന്നത്? ഉന്മൂലനം, പീഡനം, അസ്വസ്ഥതകൾ, അംഗവിച്ഛേദനം? ഉത്തരം അംഗവിച്ഛേദനം. 37 ചോദ്യമാണ്. എന്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗലാത്യക്കാരുടെ വിശുദ്ധ പൗലോസ് പറയുന്നത്? പ്രത്യാശയിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്? ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. 38 ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തെ എന്ത് സ്വാതന്ത്ര്യമായി ഗണിക്കരുതെന്നാണ് വിശുദ്ധ പൗലോസ് 5:13 പറയുന്നത്?
ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യം, ലാഭേച്ഛയ്ക്കുള്ള സ്വാതന്ത്ര്യം, ധനത്തിനുള്ള സ്വാതന്ത്ര്യം, വസ്തുക്കൾ നേടാനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യം. പ്രത്യുത സ്നേഹത്തോടെ ദാസരെ പോലെ പരസ്പരം ഡാഷ് പൂരിപ്പിക്കുക. സ്നേഹിക്കുവിൻ, സേവിക്കുവിൻ, നന്മ ചെയ്യുവിൻ, വിധേയരാകുവിൻ. ഉത്തരം സേവിക്കുവിൻ. 40-ാം ചോദ്യമാണ്. സ്നേഹത്തോടുകൂടി ആരെപ്പോലെ പരസ്പരം സേവിക്കുവിൻ എന്നാണ് 5:13 പറയുന്നത്? അടിമയെപ്പോലെ, വിജാതീയരെ പോലെ, അപേക്ഷിക്കുന്നവരെ പോലെ, ദാസരെ പോലെ. ഉത്തരം ദാസരെ പോലെ. 41-ാം ചോദ്യമാണ്. നിന്നെപ്പോലെ നിന്റെ ആരെയും സ്നേഹിക്കുക എന്നാണ് 5:14 പറയുന്നത്? ഭാര്യയെ, മക്കളെ, അടിമകളെ, അയൽക്കാരനെ. ഉത്തരം അയൽക്കാരനെ. 42-ാം ചോദ്യമാണ്. നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന ഏതാണ്? നിന്നെപ്പോലെ മക്കളെ സ്നേഹിക്കുക, നിന്നെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുക, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഉത്തരം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. 43-ാം ചോദ്യമാണ്. നിങ്ങൾ അന്യോന്യം എന്തൊക്കെ ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ് 5:15 പറയുന്നത്? നശിപ്പിക്കുകയും പ്രവർത്തിക്കുകയും, ദ്രോഹം ചെയ്യുകയും ആക്രമിക്കുകയും, കടിച്ചു കീറുകയും വിഴുങ്ങുകയും, ഉപദ്രവിക്കുകയും വിഴുങ്ങുകയും. ഉത്തരം കടിച്ചു കീറുകയും വിഴുങ്ങുകയും. 44-ാം ചോദ്യമാണ്. നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം എന്ത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്? പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ, നശിപ്പിക്കപ്പെടാതിരിക്കാൻ, കൊല്ലാതിരിക്കാൻ, വഴിതെറ്റിക്കപ്പെടാതിരിക്കാൻ. ഉത്തരം നശിപ്പിക്കാതിരിക്കാൻ. 45-ാം ചോദ്യമാണ്. 5-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? 16 മുതൽ 26 വരെ. ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ വ്യാപാരങ്ങൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും, ജഡത്തിൻ്റെ ദുരാസക്തികളും തിന്മകളും. ഉത്തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. 46-ാം ചോദ്യമാണ്. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരോട് എന്തിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കാനാണ് 5:16 പറയുന്നത്? സമാധാനത്തിൻ്റെ, ആത്മാവിൻ്റെ, ഭൗതികതയുടെ, ജഡത്തിൻ്റെ. ഉത്തരം ആത്മാവിൻ്റെ. 47-ാം ചോദ്യമാണ്. എന്ത് മോഹങ്ങളെയാണ് ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് 5:16 പറയുന്നത്? ധനമോഹങ്ങളെ, ജഡമോഹങ്ങളെ, ഭൗതിക സുഖങ്ങളെ, സ്വർണമോഹങ്ങളെ. ഉത്തരം ജഡമോഹങ്ങളെ. 48-ാം ചോദ്യമാണ്. ജഡമോഹങ്ങൾ ആർക്ക് എതിരാണ്? ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, അഭിവൃദ്ധിക്ക്. ഉത്തരം ആത്മാവിന്. 49-ാം ചോദ്യമാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ആർക്ക് എതിരാണ് എന്നാണ് 5:17 പറയുന്നത്? ശരീരത്തിന്, ആത്മാവിന്, ജഡത്തിന്, സുഖത്തിന്. ഉത്തരം ജഡത്തിന്. 50-ാം ചോദ്യമാണ്. ജഡവും ആത്മാവും പരസ്പരം എതിർക്കുന്നത് നിമിത്തം എന്ത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു എന്നാണ് 5:17 പറയുന്നത്? ജീവിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്, പ്രയത്നിക്കുന്നത്. ഉത്തരം ആഗ്രഹിക്കുന്നത്. 51-ാം ചോദ്യമാണ്. എന്ത് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്നാണ് 5:18 പറയുന്നത്? ശരീരം, വസ്തുക്കൾ, പ്രകൃതി, ആത്മാവ്. ഉത്തരം ആത്മാവ്. 52-ാം ചോദ്യമാണ്. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ
നിങ്ങൾ എന്തിന് കീഴല്ല എന്നാണ് വിശുദ്ധ പൗലോസ് 5:18 പറയുന്നത്? കൽപ്പനയ്ക്ക്, നിയമത്തിന്, സ്നേഹത്തിന്, വാഗ്ദാനത്തിന്? ഉത്തരം നിയമത്തിന്. 53-ാം ചോദ്യമാണ്, എന്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്നാണ് 5:19 പറയുന്നത്? ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെ, പ്രകൃതിയുടെ, ജഡത്തിൻ്റെ? ഉത്തരം ജഡത്തിൻ്റെ. 54-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് 5:19 പറയുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെ? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, അശുദ്ധി, മ്ലേച്ഛത, അഹങ്കാരം, അസൂയ, അഹങ്കാരം, ആഭിചാര്യം, വിദ്വേഷം, അശുദ്ധി, അഹങ്കാരം. ഉത്തരം വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി. 55-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 4ാമത്തെ കാര്യം എന്ത്? ആഭിചാരം, വിഗ്രഹാരാധന, അസൂയ, മ്ലേച്ഛത. ഉത്തരം വിഗ്രഹാരാധന. 56-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 5ഉം 6ഉം കാര്യങ്ങൾ ഏതൊക്കെ? അശുദ്ധി, മ്ലേച്ഛത, അശുദ്ധി, ദുർവിചാരം, ആഭിചാരം, ശത്രുത, അസൂയ, ആഭിചാരം. ഉത്തരം ആഭിചാരം, ശത്രുത. 57-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരത്തിൻ്റെ കാര്യങ്ങളിൽ 7ാമത്തെ കാര്യം എന്ത്? കലഹം, അസൂയ, മാത്സര്യം, ഭിന്നത. ഉത്തരം കലഹം. 58-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ 8, 9, 10 ഏതാണ്? അസൂയ, അഹങ്കാരം, വിഗ്രഹാരാധന, ശത്രുത, ആഭിചാരം, കലഹം, അസൂയ, കോപം, മാത്സര്യം, ശത്രുത, കലഹം, അഹങ്കാരം. ഉത്തരം അസൂയ, കോപം, മാത്സര്യം. 59-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ 11, 12 കാര്യങ്ങൾ ഏത്? മാത്സര്യം, കോപം, ശത്രുത, കലഹം, ഭിന്നത, വിഭാഗീയ ചിന്ത, മ്ലേച്ഛത, അശുദ്ധി. ഉത്തരം ഭിന്നത, വിഭാഗീയ ചിന്ത. 60-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലെ 13ാമത്തെ കാര്യമേത്? കലഹം, മാത്സര്യം, വിദ്വേഷം, അശുദ്ധി. ഉത്തരം വിദ്വേഷം. 61-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലെ 14, 15 കാര്യമേത്? ശത്രുത, കലഹം, മദ്യപാനം, മധുരോത്സവം, അശുദ്ധി, മദ്യപാനം, മാത്സര്യം, അശുദ്ധി. ഉത്തരം മദ്യപാനം, മധുരോത്സവം. 62-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എത്ര കാര്യങ്ങളാണ് പറയുന്നത്? 13 കാര്യങ്ങൾ, 15 കാര്യങ്ങൾ, 14 കാര്യങ്ങൾ, 11 കാര്യങ്ങൾ. ഉത്തരം 15 കാര്യങ്ങൾ. 63-ാം ചോദ്യമാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് അവകാശപ്പെടുത്തുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? വസ്തുക്കൾ, ധനങ്ങൾ, ഭൂമി, ദൈവരാജ്യം. ഉത്തരം ദൈവരാജ്യം. 64-ാം ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നുവെന്ന് പറയുന്ന കാര്യമെന്ത്? ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല, ഭൂമി അവകാശപ്പെടുത്തുകയില്ല, വസ്തുക്കൾ അവകാശപ്പെടുത്തുകയില്ല, ധനങ്ങൾ അവകാശപ്പെടുത്തുകയില്ല. ഉത്തരം ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല. 65-ാം ചോദ്യമാണ്, ആത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്ന 1-ാമത്തെയും 3-ാമത്തെയും കാര്യം എന്ത്? ഉത്സവം, സുഖങ്ങൾ, ധനസമ്പാദനം, സ്നേഹം, സ്നേഹം, ആനന്ദം, വിശ്വാസം, ആനന്ദം. ഉത്തരം സ്നേഹം, ആനന്ദം. 66-ാം ചോദ്യമാണ്, ആത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്ന 3ഉം 4ഉം കാര്യങ്ങളേവ? ആനന്ദം, വിശ്വാസം, സമാധാനം, ക്ഷമ, സ്നേഹം, ക്ഷമ, വിശ്വസ്തത, സമാധാനം.
ഉത്തരം സമാധാനം, ക്ഷമ. 67 ചോദ്യമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്ന 5ഉം 6ഉം കാര്യങ്ങളേവ? കരുണ, സ്നേഹം; വിശ്വസ്തത, നീതീകരണം; നന്മ, വിശ്വാസം; ദയ, നന്മ. ഉത്തരം ദയ, നന്മ. 68 ചോദ്യമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്ന 7ാമത്തെ കാര്യമേവ? സൗമ്യത, വിശ്വസ്തത, കരുണ, ദയ. ഉത്തരം വിശ്വസ്തത. 69 ചോദ്യമാണ്. 5:23 പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളായ 8, 9 കാര്യങ്ങളേവ? സൗമ്യത, ആത്മസംയമനം; ദയ, കരുണ; വിശ്വസ്തത, സഹനശീലം; സ്നേഹം, വിശ്വാസം. ഉത്തരം സൗമ്യത, ആത്മസംയമനം. 70 ചോദ്യമാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എത്ര എണ്ണമാണുള്ളത്? 10, 8, 9, 7. ഉത്തരം 9. 71 ചോദ്യമാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഏതിനെതിരായി? ജഡത്തിൻ്റെ ഫലങ്ങൾക്കെതിരായി, മനസ്സിൻ്റെ ഫലങ്ങൾക്കെതിരായി, ആത്മാവിൻ്റെ ഫലങ്ങൾക്കെതിരായി, ധനത്തിൻ്റെ ഫലങ്ങൾക്കെതിരായി. ഉത്തരം ആത്മാവിൻ്റെ ഫലങ്ങൾക്കെതിരായി. 72 ചോദ്യമാണ്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ എന്തിനെയാണ് അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ആത്മാവിനെ, ജഡത്തെ, മനസ്സിനെ, വസ്തുക്കളെ. ഉത്തരം ജഡത്തെ. 73 ചോദ്യമാണ്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എന്തിനെല്ലാം കൂടെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? ആസക്തികളോടും തിന്മകളോടും കൂടെ, ആസക്തികളോടും ദുഷ്പ്രവൃത്തികളോടും കൂടെ, വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ, ആസക്തികളോടും മോഹങ്ങളോടും കൂടെ, വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ. 74 ചോദ്യമാണ്. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്തിൽ വ്യാപരിക്കാം? ജഡത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ഹൃദയത്തിൽ. ഉത്തരം ആത്മാവിൽ. 75 ചോദ്യമാണ്. നാം പരസ്പരം എന്താകാതിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നതിൽ ഒന്നാമത്തേത് ഏത്? അസൂയപ്പെടുന്നവർ, അഹങ്കരിക്കുന്നവർ, പ്രകോപിപ്പിക്കുന്നവർ, സ്നേഹരാഹിത്യമില്ലാത്തവർ. ഉത്തരം പ്രകോപിപ്പിക്കുന്നവർ. 76 ചോദ്യമാണ്. ഞാൻ പരസ്പരം എന്ത് ആകാതിരിക്കട്ടെ എന്ന് പറയുന്നതിൽ രണ്ടാമത്തേത് ഏത്? അഹങ്കരിക്കുന്നവർ, ദൈവവിശ്വാസമില്ലാത്തവർ, ശത്രുത വച്ചു പുലർത്തുന്നവർ, അസൂയപ്പെടുന്നവർ. ഉത്തരം അസൂയപ്പെടുന്നവർ. 77 ചോദ്യമാണ്. ഞാൻ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും ദാഷ്യം ആകാതിരിക്കട്ടെ. പൂരിപ്പിക്കുക. അഹങ്കരിക്കുന്നവർ, വ്യർത്ഥ അഭിമാനികൾ, തിന്മ പ്രവർത്തിക്കുന്നവർ, ദുശ്ശാഠ്യക്കാർ. ഉത്തരം വ്യർത്ഥ അഭിമാനികൾ. 78 ചോദ്യത്തിന് സമാന വാക്യം 5:14 ലേവ്യർ ഏതിലാണ് പറയുന്നത്? 19:18 റോമ 13:8-10 പറയുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് 5:14 പറയുന്നത്. ലേവ്യർ 19:18 റോമ 13:8-10 പറയുന്നത്. ഗലാത്യ 5:17 സമാന വചനം റോമ 7:15-23. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും. ഗലാത്യ 5:9 പറയുന്നത് 1 കൊരിന്തോസ് 5:6 അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു.